നമസ്കാരം. വിഴിഞ്ഞം പദ്ധതിയിൽ കരണദാനി പറഞ്ഞ ഉമ്മൻചാണ്ടിയുടെ പങ്ക്. ദേ ഈ കല്ല് ഇന്നലെ രാത്രി വിഴിഞ്ഞം പദ്ധതി പ്രദേശത്ത് നിന്ന് കുഴിച്ചെടുത്തതാണ്. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളടുത്ത് ചാണ്ടിക്കല്ലെത്തി എടുത്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഇന്നലെ പുലരുവോളം മുങ്ങി തപ്പിയതിനു ശേഷമാണ് ഇത്രയും വലിയ കല്ലിട്ടതിൻ്റെ ഇടയിൽ നിന്ന് ചാണ്ടിച്ചം കൊണ്ടിട്ട കല്ലിനെ കണ്ടെത്താൻ കഴിഞ്ഞത്. എന്തായാലും കരണദാനി പറഞ്ഞ ഈ കല്ല് അത് ഇന്നലെ എങ്ങനെയാണ് സംഭവിച്ചത്? അത് ആ പ്രസംഗത്തിൽ വി ഡി സതീശന്റെ കരഞ്ഞ് കാലുപിടിക്കലിലും വി ഡി സതീശൻ സ്റ്റേജിൽ വെച്ച് കരണദാനിയോട് കരഞ്ഞ് നിലവിളിച്ച് തെരഞ്ഞെടുപ്പ് കാലമാണ്, അപമാനിക്കരുത്, ഞാൻ ഇവിടെ വന്നത് തന്നെ ഞങ്ങളുടെ ഒരു പേരൂടെ പറയണം, ഞങ്ങളാണെന്ന് എഗ്രിമെന്റ് വെച്ച് കമ്മീഷൻ തന്നതൊക്കെ നിങ്ങൾ മറന്ന, ഞാനല്ലായിരുന്നു, എന്നെ അന്ന് അറിഞ്ഞാലും കൂടെ ഞാൻ ആ സർക്കാരിനെ തള്ളിയിടാൻ നടന്ന ആളാണ്, പക്ഷെ ഞാൻ ചിലപ്പോൾ അടുത്ത മുഖ്യമന്ത്രിയാവും, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ കൂടി സഹായിക്കണം. എങ്ങനെ സഹായിക്കണം? ഈ പേപ്പറിൽ എഴുതിയിട്ടുള്ള കാര്യം ഒന്ന് വായിക്കണം പ്ലീസ്, എൻ്റെ മാനം പോണ കേസാണ്, ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് കാലമാണ്, ചാണ്ടിച്ചൻ്റെ പേര് പറഞ്ഞില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ തോറ്റുപോകുമെന്ന് കരണദാനിയോട് കരഞ്ഞ് കാല് പിടിച്ച് ഈ നിയമസഭയിലൊക്കെ നമ്മൾ ചില തുണ്ട് പേപ്പറുകൾ എഴുതി വിടില്ലേ, അതുപോലെ എഴുതിക്കൊണ്ടുവന്ന് കൊടുത്ത കാര്യമാണ് ഇന്നലെ വായിച്ചത്. അതിനപ്പുറത്തേക്ക് ഈ കല്ലല്ലാതെ ആ രണ്ടാം ഘട്ട വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് ദീർഘവീക്ഷണം ഉള്ളത് കൊണ്ട് തന്നെ 40 വർഷം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന പദ്ധതി, അതായത് 2040 വന്നാൽ മതി എന്ന് ഈ കരാർ എഴുതി ഒപ്പിട്ട് കൊടുത്തതിനെ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആർബിട്രേഷൻ കേസ് നടത്തി. അതിൽ 3 വർഷം, അതായത് 2040 നടക്കേണ്ടത് 17 വർഷം മുന്നേ ആയിട്ട് 2028 ആകുമ്പോൾ 5 മദർഷിപ്പുകൾ ഒരേ സമയം നങ്കൂര ഇടിയിക്കാൻ പറ്റുന്ന രീതിയിലാണ് പദ്ധതിയുടെ രണ്ടാം ഘട്ടം പൂർത്തീകരിക്കാൻ പോകുന്നത്. അതിലൊക്കെ ചാണ്ടിച്ചൻ എന്ത് ചെയ്തു എന്നാണ്. അതായത് കരാർ ഒപ്പിട്ട് കമ്മീഷൻ അടിച്ച് ഒരു കല്ല് വിട്ടിട്ട് പോയാൽ കപ്പൽ ഓടുമെന്നാണോ പറയുന്നത്? അവിടെ ഒരു കല്ലല്ലാതെ വിഴിഞ്ഞം പദ്ധതി പ്രദേശത്ത് ഒരു ചുക്കും ചെയ്തിരുന്നില്ല. ഇതും പോരാഞ്ഞിട്ട് ഈ പണി പൂർത്തിയാകാൻ പോയ സന്ദർഭത്തിൽ ആ നാട്ടിലെ സഭാ നേതാക്കന്മാരെയും ഒപ്പം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെയും പറ്റിച്ചുകൊണ്ട് വിഴിഞ്ഞം പദ്ധതി പ്രദേശത്ത് 100 ദിവസം ആ പണി മുടക്കിയ അതേ സതീശന് സംഘവും ഈ കല്ലിന്റെ പേര് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കരണദാനിയെ കൊണ്ട് ഒരു PR പണി പോലെ കാല് പിടിച്ച് പറയിച്ച ചില വാചകങ്ങൾ മാറ്റി നിർത്തിയാൽ ഉമ്മൻചാണ്ടി സർക്കാർ അവിടെ കല്ലിട്ടു എന്നും ഉമ്മൻചാണ്ടി സർക്കാർ തന്നെയാണ് കരാർ ഒപ്പിട്ടതെന്നും ഈ നാട്ടിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഇന്നലെയും ആ പരിപാടിയിൽ പറഞ്ഞിരുന്നു. ഒന്ന് കേട്ടെ. UDF ഗവൺമെന്റ് കാലത്താണ് തുടക്കം കുറിച്ചത് എങ്കിലും അത് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം 2016 ശേഷം അധികാരത്തിൽ വന്ന LDF സർക്കാരിനാണ് വന്നത്. നാടിൻ്റെ വികസന കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഈ കാലയളവിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വന്നത് എന്നത് ഏവർക്കും അറിയാവുന്നതാണ്. അതെ, 2016 ഒപ്പിട്ട് ഇറങ്ങിപ്പോയി ഒരു കല്ലും എടുത്തിട്ടു. കേരളത്തിലാകമാനം കല്ലുകളിട്ട് ഒരു 20 ലോഡ് കല്ല് കാസർഗോഡ് മുതൽ ഇവിടെ തിരുവനന്തപുരം വരെ ഇവർ മണ്ണിൻ്റെ അടിയിൽ ഇട്ട് മൂടിയിട്ടുണ്ട്. ആ മൂടിയ കല്ലിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ പദ്ധതി നടപ്പാക്കാനായിട്ട് സിംഹഭാഗം ഫണ്ടും കണ്ടെത്തിയത് ആരാണ്? പിണറായി സർക്കാരാണ്. എങ്ങനെ? ഈ പ്രകൃതി ദുരന്തങ്ങൾ, കൊറോണ, ഓക്കി തുടങ്ങി സകലമാന പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് അതിനോടൊപ്പം വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. അതിന് ഫണ്ട് കണ്ടെത്തിയതാകട്ടെ, ആ പദ്ധതി യാഥാർത്ഥ്യമാക്കിയതാകട്ടെ, അതെല്ലാം ഒരു ഭരണാധികാരിയുടെ ഇച്ഛാശക്തിയാണ്. ഒരുപക്ഷെ കോൺഗ്രസ്സുകാരാണ് ഇവിടെ അധികാരത്തിലിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ജയ്ഹിന്ദ് TV എന്താണ് അവസ്ഥ എന്ന് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഇപ്പോഴും ശമ്പളം മുടങ്ങി, ഇപ്പോഴും അതിനൊരു ഓഫീസ് ഇല്ലാത്ത രീതിയിൽ തന്നെ എങ്ങനെയാണോ അധപ്പതിച്ച് കിടക്കുന്നത്, അതേ അവസ്ഥയിൽ വിഴിഞ്ഞമായി മാറിയത്. ഇങ്ങനെ ഒരു കല്ല് കൊണ്ടിട്ടത് അത് ഇന്നലെ തന്നെ മത്സ്യത്തൊഴിലാളികളെ കൊണ്ട് തിരിച്ചെടുപ്പിച്ച് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് കോൺഗ്രസ്സുകാർ ആരെങ്കിലും അഡ്രസ്സ് തന്നാൽ അങ്ങോട്ടേക്ക് ഇത് പാഴ്സൽ ചെയ്തു തരാം. അതോടുകൂടി ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ഇടപാടേ തീരുകയാണ്. ഒരു കല്ലിട്ടാൽ കപ്പലോടുമെന്നൊക്കെ തള്ളിമറിക്കുന്നത് കഴിഞ്ഞ 10 വർഷം ഒരു സർക്കാരിന് കിട്ടിയ അവസരവും ഇച്ഛാശക്തി കൊണ്ടും കേന്ദ്രം ഉൾപ്പെടെയുള്ളവർ ആ പദ്ധതിക്ക് ഒരു സഹായവും ചെയ്യാതിട്ടും ഈ സംസ്ഥാന സർക്കാരിന്റെ കഴിവുകൊണ്ട് ഫണ്ട് കണ്ടെത്തി അങ്ങനെ ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കുമ്പോൾ ഈ കല്ലിന്റെ പേരും പറഞ്ഞ് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് കരണദാനിയോട് വരുന്ന തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് സഹായകരമാകുന്ന രീതിയിൽ 2 വാക്ക് പറയണേ എന്ന രീതിയിൽ ഈ കല്ലിട്ട കാര്യത്തെക്കുറിച്ച് പറയിച്ചതിന് ശേഷം ഉമ്മൻചാണ്ടി അവിടെ എന്തോ മാങ്ങാത്തൊലി ചെയ്തു എന്നൊന്നും പറയല്ലേ. അതിന്റെ പിന്നാമ്പുറങ്ങൾ അന്വേഷിച്ചു പോയാൽ
കോടിക്കണക്കിന് രൂപ പലരുടെയും വീടെത്തിയത്. അത് ആ സർക്കാരിന്റെ കാലഘട്ടത്തിൽ VD സതീശൻ തന്നെ പറഞ്ഞ വാചകമുണ്ട്, കരിംവെട്ടാണ് നടക്കുന്നതെന്ന്. പല പദ്ധതിയുമായി ബന്ധപ്പെട്ട് UDF സർക്കാർ, ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ അവിടെ കരിംവെട്ട് നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ കൊള്ളയാണ് നടത്തുന്നു എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോ ഈ കല്ലിന്റെ പേരിൽ കരുണാനിധിയുടെ കയ്യിൽ ഒരു ചെറിയ കുറിപ്പെഴുതി കൊടുത്ത് അത് വായിപ്പിച്ചതിന് ശേഷം ഞങ്ങൾക്കതിന്റെ മാഹാത്മ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ആൾക്കാരും അരി ആഹാരം തന്നെയാണ് കഴിക്കുന്നത് എന്ന് മാത്രമേ സതീശനെ ഓർമ്മപ്പെടുത്താനുള്ളൂ.